ഒന്നാമത്തെ റക്അത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്നുള്ള ആയത്ത് സൂറത്തുൻ നിസായിലെ 64ാമത്തെ ആയത്താണത്. ഈ ആയത്ത് ഓതുകയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു തുമ്മ യസ്തഗ്ഫിറുല്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമാ എന്ന ആയത്ത്, അത് സൂറത്തുൻ നിസായിലെ 110ാമത്തെ ആയത്താണ്. രണ്ടും സൂറത്തുൻ നിസായിൽ. ഈ രണ്ട് ആയത്തുകൾ രണ്ട് റക്അത്തിലായിട്ട് ഓതലും സുന്നത്തുണ്ട്. അങ്ങനെ രണ്ട് റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം വുളു പൂർണ്ണമായി, ആ വുളുവിൻ്റെ സുന്നത്തുകളും പൂർണ്ണമായി കഴിഞ്ഞു. ഇനി ഈ വുളു മുറിയുന്ന കാര്യങ്ങളുണ്ട്, വുളുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സുന്നത്തായിട്ട് കുറവുണ്ട്, വുളുവിൻ്റെ കറാഹത്തുകൾ അഥവാ വരാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതൊന്നും വിശദമായി പറയാൻ സമയമില്ലെങ്കിലും ചുരുക്കി ഞാനൊന്ന് കേൾപ്പിക്കാം. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ്. എൻ്റെ വുളുവിൽ ഇത് സംഭവിക്കാറുണ്ടോ, വുളുവിൽ ഈ കറാഹത്ത് വന്നു പോകാറുണ്ടോ, ഈ ഷർത്തുകൾ ഞാൻ പാലിക്കുന്നുണ്ടോ, സുന്നത്തുകൾ പാലിക്കുന്നുണ്ടോ. ആദ്യമായി ആ വുളുവിൽ നാം നിർബന്ധമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അഥവാ ഫർളുകൾ. നേരത്തെ വുളു എടുത്ത അവസരത്തിൽ ഓരോന്നും വുളുവിൽ വന്നിട്ടുണ്ട്. അത് ഫർളായിക്കൊണ്ട് ഞാൻ എന്ന് പറയുന്നു എന്ന് മാത്രം. ഒന്നാമത് വേണ്ടത് മുഖം കഴുകുന്ന അവസരത്തിൽ നിയ്യത്ത് ചെയ്തിരിക്കുക. അത് വുളുവിൻ്റെ ഒന്നാമത്തെ ഫർളാണ്. രണ്ട്, മുഖം കഴുകുക. മൂന്നാമത്തത് രണ്ട്, കൈ കഴുകുക. തല തടവുക അഥവാ തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക. രണ്ട്, കാല് കഴുകുക. ഈ പറഞ്ഞ കാര്യങ്ങൾ അതതിൻ്റെ ക്രമപ്രകാരം അഥവാ ഇപ്പറഞ്ഞതുപോലെ ക്രമമായിട്ട് ചെയ്യുക. ആറാമത്തെ ഫർള്. ഇങ്ങനെ 6 കാര്യങ്ങൾ ഫർളുകളാണ്. അഥവാ വുളുവിൻ്റെ ഭാഗങ്ങളായ അനിവാര്യ പാർട്ടുകൾ, അതാണ് ഫർളുകൾ കൊണ്ടുള്ള വിവക്ഷ. ഇനി ഷർത്തുകളായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വുളുവിൻ്റെ ഭാഗങ്ങളല്ല, വുളുവിന് അനിവാര്യമായ ഘടകങ്ങളാണ്. പക്ഷേ വുളുവിൻ്റെ ഭാഗങ്ങളല്ല, വുളുവിന് അനിവാര്യമായ ഘടകങ്ങളാണ്. ഒന്നാമത്തത് വെള്ളം മുത്തലഖായ വെള്ളമായിരിക്കണം. അതുപോലെ മറ്റെന്തെങ്കിലും ശുദ്ധിയുള്ള വസ്തുക്കളെ കൊണ്ടോ നജസ് കൊണ്ടോ ഒന്നും പകർച്ച സംഭവിക്കാത്ത തഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം. ഇതൊക്കെ കൂടുതൽ അന്വേഷിച്ചറിഞ്ഞ് പഠിക്കേണ്ട കാര്യങ്ങളാണ്, ചുരുക്കി പറയുന്നു. രണ്ടാമത്തത്, കഴുകുന്ന അവയവങ്ങളിലൊക്കെ വെള്ളം ഒലിച്ചിരിക്കണം. തൊട്ട് നനച്ചാൽ പോരാ, ഒലിക്കണം. മറ്റൊന്ന്, കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കൾ ഉണ്ടാകാൻ പാടില്ല. അതെ, ആ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കളും ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിന് പകർച്ചയാക്കുന്ന വസ്തുക്കളും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണത്. വഷിയോ അതുപോലുള്ള മറ്റു എന്തെങ്കിലും വസ്തുക്കളുണ്ട് അവയവത്തിൽ, വെള്ളം അങ്ങോട്ട് ചേർന്നപ്പോഴേക്ക് അത് വെള്ളത്തിൽ കലങ്ങിയിട്ട് വെള്ളത്തിൻ്റെ സ്വഭാവം മാറിപ്പോകുന്നു. അത്തരത്തിലുള്ള വസ്തുക്കൾ അവയവത്തിൽ ഉണ്ടാവാതിരിക്കുക. മറ്റൊരു കാര്യം, വെള്ളത്തിന് ചേരുന്നതിന് തടസ്സമാകുന്ന മറ ഉണ്ടാവാതിരിക്കുക. വെള്ളത്തിന് പകർച്ചയാക്കുന്ന വസ്തു ഇല്ലാതിരിക്കുക, വെള്ളത്തിന് തടയുന്ന മറ ഉണ്ടാവാതിരിക്കുക. അത് വളഞ്ഞി, പെയിന്റ് പോലുള്ള വസ്തുക്കൾ. മറ്റൊരു കാര്യം, സാധാരണക്കാരല്ലാത്ത നിത്യാശുദ്ധിക്കാർ എന്ന് പറയും. അഥവാ മൂത്രം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അശുദ്ധി തുടർന്നുകൊണ്ടിരിക്കുന്നത് നിയന്ത്രിക്കാൻ കഴിയാതെ ഇങ്ങനത്തെ രോഗികളുണ്ടാവും. അത്തരം രോഗികളാണെങ്കിൽ ഇസ്തിഹാദത്തുകാരി അഥവാ ബ്ലീഡിങ്, രക്തം നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന പെണ്ണ്, അവൾക്ക് നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഉളുണ്ടാക്കി നിസ്കരിക്കണം. എന്നാൽ അത്തരം നിത്യാശുദ്ധിക്കാർ സമയം കടന്നതിൻ്റെ ശേഷം മാത്രം ഉളുണ്ടാക്കുക. അത് ഉളുവിൻ്റെ ഒരു ഷർത്താണ്. ഇത്രയും കാര്യങ്ങൾ ഷർത്തായിട്ട് നാം പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഉളുവിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തുകൾ. സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ഉളുവിൻ്റെ പവിത്രതക്ക് അതിൻ്റെ മാറ്റ് കൂട്ടുന്ന കാര്യങ്ങൾ. നിർബന്ധമില്ലെങ്കിലും ആ ഉളു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാൻ മാത്രം പവർഫുള്ളായ ഉളുവായി തീരാൻ അനിവാര്യമായ കുറച്ച് കാര്യങ്ങൾ, അതാണ് സുന്നത്തുകൾ. ആ സുന്നത്തുകളിൽ പെട്ടെന്ന് ബിസ്മി ചൊല്ലൽ തുടക്കത്തിൽ, അതുപോലെ തന്നെ ദിക്ർ വേണ്ടുന്ന സമയത്ത് ദിക്ർ ചൊല്ലൽ, ഷഹാദത്ത് ചൊല്ലൽ, അവയവങ്ങൾ തിക്കകറ്റിയിരിക്കുക എന്നത്, മുഖം നീട്ടിക്കഴുകുക, കൈ രണ്ടും നീട്ടിക്കഴുകുക, കിബിലക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കുക, മിസ്വാക്ക് ചെയ്യുക, അത്യാവശ്യത്തിനല്ലാതെ സംസാരിക്കാതിരിക്കൽ സുന്നത്താണ്. അതുപോലെ ഉളു എടുത്തതിൻ്റെ ശേഷം അവയവം തോർത്തുകയോ അവയവങ്ങളെ കൊടയുകയോ ചെയ്യാതിരിക്കുക. അത്യാവശ്യമില്ലെങ്കിൽ മറ്റാരോടും ഉളുവിൻ്റെ കാര്യത്തിൽ സഹായം തേടാതിരിക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ടാ അല്ലെ കൈ കഴുകിക്കൊണ്ട എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് സഹായം തേടുന്ന ഏർപ്പാട് അത് ഒഴിവാക്കുക. ഉളു കഴിഞ്ഞതിൻ്റെ ശേഷം 2 ഷഹാദത്ത് കലിമ ചെല്ലുക, ദിക്ർ ചെല്ലുക. മറ്റൊന്ന്, അവയവങ്ങൾ കഴുകുമ്പോൾ ഒരച്ച് കഴുകിയിരിക്കുക. മറ്റൊന്ന് മുവാലാത്ത് അഥവാ തുടർച്ചയായിട്ട് ചെയ്യുക. ഒന്ന് കഴുകി ഉടനെ മറ്റേത് കഴുകി, ഉടനെ മറ്റേത് കഴുകി, അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുക. ഇത് സുന്നത്താണ്. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ നിന്ന് മുഖം കഴുകി
കോഴിക്കോട് എയർപോർട്ടിലെത്തിയിട്ട് കൈ കഴുകി, അവിടെ നിന്ന് വിമാനം കയറി ഷാർജയിൽ ചെന്നിറങ്ങിയിട്ട് കാലും കഴുകി, എങ്ങനെ നിസ്കരിച്ചാലും വുളുവിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് തുടർച്ചയായിരിക്കൽ സുന്നത്താണ്. ഇത് വുളുവിൻ്റെ സുന്നത്തുകളാണ്. പിന്നീട് ഞാൻ പറഞ്ഞ് ഷഹാദത്തിൻ്റെ ശേഷം ഇന്ന അൻസൽനാഹു ഓതുക, റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്ത്, അതും കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഈ തരം കാര്യങ്ങളൊക്കെ വുളുവിൻ്റെ സുന്നത്തുകളായി പരിഗണിക്കപ്പെടുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യമുള്ളത്, വുളുവിന് സൗകര്യം പോലെ ടൈം ഉള്ളപ്പോഴാണ് നാം ഈ വിവരിച്ച വുളു എടുക്കേണ്ടത്. ഒരാൾ നിസ്കാരത്തിൻ്റെ സമയം കഴിയാറായപ്പോൾ വുളു ഉണ്ടാക്കുകയാണ്. വുളു പൂർണ്ണമായി ചെയ്താൽ തൻ്റെ നിസ്കാരം സമയം കഴിഞ്ഞു പോകും എന്ന് അയാൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ്, അഥവാ സുന്നത്തുകൾ എടുക്കാൻ മാത്രമുള്ള വെള്ളമില്ല, വളരെ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ, ആ ഘട്ടത്തിലും വുളു പൂർണ്ണമായി എടുത്താൽ എൻ്റെ നിസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെടും, നിസ്കാരം കളാവും എന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിലും ഈ 2 ഘട്ടത്തിൽ നിർബന്ധ ഭാഗങ്ങൾ മാത്രം ചെയ്ത് മതിയാക്കൽ നിർബന്ധമാണ്. സുന്നത്തെടുക്കരുത് എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ മുഖം കഴുകി, കൈ കഴുകി, അതൊക്കെ ഓരോ പ്രാവശ്യം കഴുകി, തലയും തടവി, കാലും കഴുകി മതിയാക്കണം. ബാക്കിയുള്ള സുന്നത്തുകളൊക്കെ മാറ്റണം. 2 ഘട്ടങ്ങളിൽ, ഞാൻ സൂചിപ്പിച്ച 2 ഘട്ടങ്ങളിൽ. വുളു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം. എന്താണ് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? വളരെ ചുരുക്കി മാത്രം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അർഹമുറാഹിമീനായ റബ്ബുമായിട്ടുള്ള സംബോധനത്തിന് വേണ്ടി അടിമ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആദരപൂർവം, ബഹുമാനപൂർവം, വളരെ ഖുശൂഓടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി നിൽക്കണം. അങ്ങനെ നിൽക്കാൻ പോകുമ്പോൾ നിസ്കാരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ. ബാങ്കും ഇക്കാമത്തും പുരുഷൻ, സ്ത്രീയാണെങ്കിൽ ഇക്കാമത്ത്, അത് കൊടുത്ത് വേണ്ടതുപോലെ നിസ്കരിക്കാൻ വേണ്ടി ഖിബിലക്ക് അഭിമുഖമായി നിൽക്കണം. സമയം കടന്നതിൻ്റെ ശേഷമാണല്ലോ നിസ്കരിക്കേണ്ടത്. അങ്ങനെ ഖിബിലക്ക് അഭിമുഖമായി നിന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ പാലിക്കേണ്ടുന്ന അദബ്, നിർബന്ധമായ ശർത്താണ് ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും രക്തം, കാഷ്ടം, മൂത്രം തുടങ്ങിയ നജസുകളിൽ നിന്നൊക്കെ ശുദ്ധിയുള്ള, വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. അത് നിർബന്ധമാണ്. നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു മറ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. അങ്ങനെ ഈ അദബുകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നു. ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായി വേണ്ടത് അയാൾ നിയ്യത്ത് ചെയ്തിരിക്കണം. അത് നിസ്കാരത്തിൻ്റെ ഫർളാണ്, നിർബന്ധ ഘടകമാണ്. എങ്ങനെ? ഫർളായ നിസ്കാരമാണെങ്കിൽ ഫർളെന്ന് പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്താണെങ്കിൽ അതും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തമാക്കിക്കൊണ്ട് ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മനസ്സാക്കരുതണം. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ച് പുറപ്പെട്ടതാണ്, ഇനി എന്താ പ്രത്യേകിച്ച് നിയ്യത്ത് ചെയ്യാൻ എന്നുള്ള ധാരണ തെറ്റാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉദാഹരണത്തിന് ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമായ ഭാഗം. നിയ്യത്തിൽ നിർബന്ധമായ ഭാഗം 3ആണ്. ഒന്ന്, ഇന്ന നിസ്കാരം, ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. 3 ഭാഗങ്ങളാണ് ഫർള്. ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അത് നിർബന്ധമായ ഭാഗം. അതിൻ്റെ സുന്നത്തുകൾ കൂടി കൂടുമ്പോൾ നിയ്യത്തിൻ്റെ പൂർണ്ണരൂപം ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് അതാ ആയിട്ട് ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലും. അങ്ങനെ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ആ തക്ബീറത്തിൻ്റെ പേര് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ്. ഇനി ഇതുവരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഈ മനുഷ്യനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ ചിരിക്കാനും കളിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇയാൾക്ക് പാടില്ല. അങ്ങനെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ഭക്തിയോടുകൂടിയാണ് പ്രവേശിച്ചിരിക്കുന്നത്. അല്ലാഹു അക്ബർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി എന്താ വേണ്ടത്? ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയുന്ന പ്രാരംഭ പ്രാർത്ഥന. നിസ്കാരം ഫർളാവട്ടെ സുന്നത്താവട്ടെ, നാം ഒക്കെ പലപ്പോഴും ധരിക്കുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. വജ്ജഹത്തു അല്ലെങ്കിൽ ദുആഉൽ ഇഫ്തിതാഹ് അത് ഫർള് നിസ്കാരത്തിന് മാത്രമുള്ള കാര്യമാണെന്ന്. അത് ശരിയല്ല. നിസ്കരിക്കുന്നത് ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും ഒക്കെ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ അയാൾ ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലിയിരിക്കണം. ഇത് മയ്യിത്ത് നിസ്കാരത്തിൽ മാത്രം ഒഴിവ്. നീ സുബഹിൻ്റെ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിലും ളുഹാ നിസ്കരിക്കുകയാണെങ്കിലും തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിലും ഏത് സുന്നത്തും ഫർളുമായ നിസ്കാരങ്ങൾക്ക് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ ദുആഉൽ ഇഫ്തിതാഹ്. ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ വജ്ജഹത്തു മാത്രമല്ല, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്നുള്ളത് ദുആഉൽ ഇഫ്തിതാഹിൽ